ഇത്ര മിനിമം ക്വാണ്ടിറ്റി എക്സ്പോർട്ട് ചെയ്യണം അങ്ങനെ നിർബന്ധമുണ്ടോ? യാതൊരു നിർബന്ധമില്ല. ഇല്ല. യാതൊരു നിർബന്ധമില്ല. ഇത് നമുക്ക് ശരിക്കും നമ്മൾ ചിന്തിക്കും എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ വലുതല്ലേ പറ്റൂ, കണ്ടെയ്നർ അല്ലേ പറ്റുള്ളൂ. ഒന്നുമില്ല. ബൈ സീ ആണ് വിടുന്നതെങ്കിൽ നമുക്ക് 1 ക്യൂബിക് മീറ്റർ സൈസിലുള്ളത് വിടാം. അതായത് 1 ക്യൂബിക് മീറ്റർ എന്ന് വെച്ചാൽ 1 മീറ്റർ പൊക്കം, 1 മീറ്റർ വീതി, 1 മീറ്റർ നീളം, അത്രേ ഉള്ളൂ. അത്രയും ഹൈറ്റിലുള്ള ഐറ്റം എന്ന് വെച്ചാൽ ഒരു 10 കാർട്ടൺ ചിലപ്പോൾ വരും, അല്ല 20 കാർട്ടൺ വരും. അത്രയും ബൈ സീ വിടാം. ബൈ എയർ വിടുമ്പോഴത്തേക്കും നമുക്ക് 50 കിലോ 100 കിലോ ആയിട്ട് വിടാം. പിന്നെ ഇതൊന്നുമല്ല, ഇത്രയും കൂടി ഇല്ലെന്ന് വിചാരിക്കും, 1 കിലോ ഉള്ളെന്ന് വിചാരിക്കും, കൊറിയറായിട്ടും വിടാം. ശരി. അപ്പം കൊറിയറായിട്ട് വിടാം, സ്പീഡ് പോസ്റ്റ് ആയിട്ട് വിടാം. അപ്പം നമുക്ക് യാതൊരു തടസ്സവും ഇല്ല. ഇത്രയും ഉണ്ടായാലേ പറ്റുള്ളൂ എന്നുള്ള തടസ്സങ്ങൾ നോർമലി ഉള്ള ഐറ്റത്തിലില്ല. പിന്നെ ഫ്രോസൺ ഐറ്റംസ് ഒക്കെ വരുമ്പോഴത്തേക്കുമാണ് ഒരു ഫുൾ കണ്ടെയ്നറിൽ ഫ്രോസൺ ആയിട്ട് വിടാൻ വേണ്ടിയിട്ട്, അത് പർട്ടിക്കുലർ ടെമ്പറേച്ചറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വരുന്നതുകൊണ്ട്. അല്ലാത്ത ഐറ്റംസ് ഒക്കെ നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണേലും ചെറുതായിട്ട് വേണേലും വിടാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഇപ്പോൾ എൻ്റെ ഒരു ധാരണ ഉണ്ടായിരുന്നു, ഒരുപാട് വലിയ കിൻഡൽ കണക്കിന് സാധനം വേണം എക്സ്പോർട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇത്ര ടേൺ ഓവറിനുള്ള സാധനം, അല്ല ഇത്ര വാല്യൂവിനുള്ള സംഭവം വേണമെന്നായിരുന്നു എൻ്റെ ഒരു ധാരണയെ. ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇപ്പം ഒരു പുതിയൊരു ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്ന എക്സ്പോർട്ട് ഫീൽഡിൽ നമ്മൾ 2 തരത്തിലുള്ള എക്സ്പോർട്ട് ഉണ്ട്. B2B, ബിസിനസ് ടു ബിസിനസ്. അതായത് ഇവിടുത്തെ ഒരു ബിസിനസ് ഫോറിനുള്ള ഒരു ബിസിനസ്സിനെ എക്സ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നു, അവിടുത്തെ ബിസിനസ് അവിടെ ഇമ്പോർട്ട് ചെയ്യുന്നു, അവിടെ വിൽക്കുന്നു. ഇതാണ് ഒരു രീതി. ഇതാണ് നമ്മൾ കേട്ടിരിക്കുന്ന നോർമലി ഉള്ള ഒരു എക്സ്പോർട്ട്സ്. ഇത് കൂടാതെ അടുത്ത കാലത്തായിട്ടുള്ള വളർന്നു വരുന്നൊരു എക്സ്പോർട്ട് മേഖലയാണ് ഇ-കൊമേഴ്സ് എക്സ്പോർട്ട്. അതായത് ഇവിടുത്തെ ഒരു ബിസിനസ് അവിടുത്തെ ഒരു കൺസ്യൂമറിന് നേരിട്ട് അയക്കുക, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെ നേരിട്ട് അയക്കുന്നു. അപ്പം അവിടുന്ന് ഒരാൾ ടീഷർട്ട് ഓർഡർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ജ്വല്ലറി ഓർഡർ ചെയ്യുന്നു, ഇവിടുന്ന് അയാൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള അയച്ചു കൊടുക്കുക. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു പാക്കറ്റാണ് പോകുന്നത്, അതും എക്സ്പോർട്ടാണ്. ആ എക്സ്പോർട്ട് മേഖല, ഇ-കൊമേഴ്സ് എക്സ്പോർട്ട് മേഖലയുടെ വളർച്ച 12% കഴിഞ്ഞ വർഷം. 12%. അതിൻ്റെ പകുതി താഴെയുള്ളൂ നോർമൽ എക്സ്പോർട്സ്, പഴയ കൺവെൻഷൻ ആയിട്ടുള്ള എക്സ്പോർട്സിന് വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ 12% ഇത് വളരുന്നത്? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഇൻറ്റീരിയർ പ്ലേസിൽ നിന്നും നമുക്ക് ചെറിയ പാക്കറ്റായിട്ട് അയക്കാം. കൊറിയറുകാർ വന്നെടുത്തോളൂ, പ്രശ്നമില്ല. പോർട്ടിനടുത്താവണ്ട, എയർപോർട്ടിനടുത്താവണ്ട, കൊറിയറുകാർ വന്നെടുത്തോളൂ. പേപ്പർ വർക്കും കുറവാണ്. കൊറിയർ കമ്പനിക്ക് വേണ്ട കുറച്ച് പേപ്പർ കൊടുത്തേച്ചാൽ മതി. അപ്പം ആ ഒരു മേഖല വളരുക. അപ്പം നമ്മുടെ എക്സ്പോർട്ടിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടും മാറും. എനിക്കൊന്ന് കൂടുതൽ ആളുകൾക്കും ഒരു ഭയം ഉണ്ടെന്ന് തോന്നുന്നല്ലേ ഈ എക്സ്പോർട്ടിങ് എന്ന് പറഞ്ഞാൽ വലിയൊരു, ഇപ്പോൾ എൻ്റെ തന്നെ ധാരണ ഉള്ളതുപോലെ തന്നെ എനിക്കിങ്ങനെ ആയിരുന്നില്ല ധാരണ. ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ബൾക്ക് ക്വാണ്ടിറ്റി എക്സ്പോർട്ട് ചെയ്യണം. ഒരുപക്ഷെ പലർക്കും ഇങ്ങനെ ധാരണ ഉണ്ടാവാം അല്ലേ? അതെ. ഇത് ശരിക്കും പറഞ്ഞാൽ എക്സ്പോർട്ടിൽ ഏറ്റവും ഇൻവെസ്റ്റ്മെൻറ്റ് കുറവുള്ളൊരു ബിസിനസ്സാണ്. ഇതിനകത്ത് ചില കാര്യങ്ങൾ വേണം. അതായത് ഇപ്പം വേണ്ടുന്ന ലൈസൻസ് എല്ലാം വേണം, പിന്നെ കുറച്ച് ഇതിനെക്കുറിച്ചുള്ള ഒരു അറിവ് വേണം. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാം. ഇനി നല്ലൊരു കസ്റ്റമർ, അഡ്വാൻസ് തരാൻ പറ്റുന്ന കസ്റ്റമർ ഉണ്ടെങ്കിൽ ഈ അഡ്വാൻസ് മേടിച്ചിട്ട് ഗുഡ്സ് ആ കാശ് കൊണ്ട് സാധനം മേടിച്ച് കയറ്റി വിട്ടാൽ അതിൽ നിന്ന് ലാഭം എടുത്തു കഴിഞ്ഞാൽ വേറെ എന്താ ഇൻവെസ്റ്റ്മെൻറ്റ്? അത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് കുറവുള്ളൊരു ബിസിനസ്. അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, അഡ്വാൻസ് തരാവുന്നൊരു കസ്റ്റമർ വേണം. അപ്പോൾ അതിനുള്ള ഒരു പ്രോഡക്റ്റ് ആയിരിക്കണം, നല്ലൊരു പ്രോഡക്റ്റ് ആയിരിക്കണം, അതുപോലെ നല്ലൊരു കസ്റ്റമറും ആയിരിക്കണം. അങ്ങനെയെങ്കിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല. ഇനി അഡ്വാൻസ് തരത്തില്ലെങ്കിലോ, ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻ്റ് ഉണ്ട്. ആ ഡോക്യുമെൻ്റ് ബാങ്ക് വഴി അവിടെ നിന്ന് അയച്ചിട്ട്, ഒരു ബാങ്കിൻ്റെ ലെറ്ററാണ്, ഫോറിൻ ബാങ്കിൻ്റെ, ആ ലെറ്റർ വഴി നമുക്ക് അത് വെച്ചിട്ട് ഇവിടെ ലോൺ എടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഒരു പ്രയോറിറ്റി ഏരിയ ആണ് ഗവൺമെൻറ്റിൽ അല്ല ബാങ്കുകൾ ലോൺ കൊടുക്കുന്നതിന്. അപ്പോൾ നമുക്ക് നിസാരം ഇവിടെ ഒരു കടമുറി എടുത്ത് ഫർണിഷ് ചെയ്ത് റീറ്റെയിൽ ചെയ്യണമെങ്കിൽ എത്ര ലക്ഷം രൂപയുടെ ചിലവാണ്? അഡ്വാൻസ് കൊടുക്കണം, ഫർണിഷ് ചെയ്യണം. അത് വെച്ച് നോക്കുമ്പോൾ എക്സ്പോർട്ട് തീരെ ചെറിയ മുതൽ മുടക്ക് വരുന്ന ഒരു ബിസിനസ്സാണ്. ശരിക്കും ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള പ്രോഡക്റ്റുകൾ ഏതൊക്കെയാണ് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്? ട്രഡീഷണലി ഇന്ത്യയിൽ നിന്ന് കൂടുതൽ എക്സ്പോർട്ട് ചെയ്തിരിക്കുന്ന കുറേ ഐറ്റംസ് ഉണ്ട്. ടെക്സ്റ്റൈൽ, അഗ്രികൾച്ചർ, അങ്ങനെയുള്ള ഐറ്റംസാണ് ട്രഡീഷണലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത കാലത്തായിട്ട് ഭയങ്കര വളർച്ച കാണിക്കുന്ന ചില മേഖല എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് ഗുഡ്സാണ്. എഞ്ചിനീയറിംഗ് ഗുഡ്സ് ഉണ്ട്, ഇലക്ട്രോണിക്സ് ഉണ്ട്. ഇലക്ട്രോണിക്സ് പിന്നെ വലിയ കമ്പനികളാണ് കൂടുതൽ ചെയ്യുന്നത്. ചെറുകിടക്കാർക്കും ഇടത്തരംകാർക്കും അത്രയും സാധ്യത കുറവാണ്. എഞ്ചിനീയറിംഗ് പക്ഷേ ചെറുകിടയും വലുതും എല്ലാവരും ചെയ്യുന്നുണ്ട്. പിന്നെ ഫാർമസ്യൂട്ടിക്കൽ പോകുന്നുണ്ട്, ജെം ആൻഡ് ജുവലറി പോകുന്നുണ്ട്. ഇതിൽ ഇപ്പം കേരളത്തിൻ്റെ ഒരു അവസ്ഥ എടുത്തു നോക്കിയാൽ നമുക്ക് കൂടുതൽ അഗ്രോ പ്രോഡക്റ്റുകളാണ്. ഇപ്പോൾ വലിയ മെഷീനറി ഉണ്ടാക്കുന്ന ഫാക്ടറികളില്ല. അങ്ങനെയുള്ള അവസ്ഥയാണ് കേരളത്തിൻ്റെ ഒരവസ്ഥ. അപ്പോൾ ഇവിടെ നിന്ന് കൂടുതൽ പോകുന്ന സാധനം എന്ന് പറഞ്ഞാൽ സ്പൈസസ്, അങ്ങനത്തെ ഐറ്റംസ്, പിന്നെ സീ ഫുഡ്, അങ്ങനെയുള്ള അഗ്രോ റിലേറ്റഡാണ് പോകുന്നത് കൂടുതലും. അപ്പോൾ തമിഴ്നാട് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയല്ല. ടെക്സ്റ്റൈൽ, തിരുപ്പൂർ ടെക്സ്റ്റൈൽ ഒരു ഹബ്ബാണ്. ഹോസിയറി ഐറ്റത്തിൻ്റെ. കോയമ്പത്തൂർ എടുത്തു കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് ഗുഡ്സിൻ്റെ ഒരു ഹബ്ബാണ്.
അപ്പം തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ വേറൊരു കൈൻഡ് ഓഫ് പ്രോഡക്റ്റാണ് അവിടുന്ന് പോകുന്നത്. ഇതിനകത്ത് ഒരു കാര്യമുള്ള എന്താ വെച്ചാൽ അഗ്രോ പ്രോഡക്റ്റുകളുടെ ഒരു പ്രശ്നം, നമുക്ക് പെട്ടെന്ന് പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റില്ല. ഇപ്പോൾ ഹാർവസ്റ്റ് ചെയ്ത് വന്നിരിക്കുന്ന ഐറ്റത്തിൽ നിന്ന് പെട്ടെന്ന് കൂട്ടണമെങ്കിൽ നമുക്ക് നടക്കില്ല. അതേസമയം ഒരു മാനുഫാക്ചർ പ്രോഡക്റ്റിന് നമുക്ക് പ്രൊഡക്ഷൻ ആവശ്യാനുസരണം പ്രൊഡക്ഷൻ കൂട്ടാം, സ്റ്റാൻഡേർഡൈസ് ക്വാളിറ്റിയിലെടുക്കാം. അപ്പം ഏലക്ക തന്നെ ഇത്ര ടൺ ഇത്ര MM സൈസ് വേണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അത് ഉൽപ്പാദിപ്പിച്ച് വരുമ്പോഴത്തേക്ക് അത് അത്രയും ആ സൈസിലെല്ലാം കിട്ടണമെന്നില്ലല്ലോ, നിർബന്ധമില്ല. അപ്പോൾ ഫാക്ടറി പ്രൊഡ്യൂസ്ഡ് ഐറ്റത്തിന് അങ്ങനെയല്ല, നമുക്ക് കുറച്ചുകൂടി ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, സ്കെയിലബിലിറ്റി ഉണ്ട്. പിന്നെ ഒരു കാര്യമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ രാജ്യം വളരുമ്പം ഈ ആദ്യകാലത്ത് രാജ്യം എക്സ്പോർട്ട് ചെയ്തിരുന്ന പല കാര്യങ്ങളും പതുക്കെ ആ രാജ്യം പിന്നീട് എക്സ്പോർട്ട് ചെയ്യാണ്ടാവും. അങ്ങനെയാണ് പൊതുവെ കാണുന്നത്. ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ജപ്പാനിൽ ടൊയോട്ട കമ്പനിയുടെ കേസ് നമ്മൾ കേട്ടിട്ടുണ്ട്. ടൊയോട്ട കമ്പനി കാറാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. ഈ ടൊയോട്ട കമ്പനി ആദ്യകാലത്ത് ടെക്സ്റ്റൈലിന് വേണ്ട മെഷീനറി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കമ്പനിയാണ്. അപ്പോൾ ഒരു കാലത്ത് ജപ്പാൻ്റെ ടെക്സ്റ്റൈൽ എക്സ്പോർട്ട് ചെയ്തിരുന്നു. അപ്പം അതിൽ നിന്ന് മാറി ആ രാജ്യം ഓട്ടോമൊബൈലിലേക്ക് മാറിയപ്പോൾ ഇപ്പോൾ ജപ്പാൻ്റെ തുണികൾ എക്സ്പോർട്ട് ചെയ്യുന്നത് കുറഞ്ഞു. അങ്ങനെയാണ്. അപ്പം ഇവിടെയും ആ ഒരു ചേഞ്ച് ഇന്ത്യയിലും വരുന്നുണ്ട്. ഇപ്പം ഇലക്ട്രോണിക്സിലേക്കും എഞ്ചിനീയറിംഗ് പ്രോഡക്ട്സിലേക്കൊക്കെ പോകുമ്പോൾ പതുക്കെ അഗ്രോ അങ്ങനെയുള്ള സാധനങ്ങളുടെ എക്സ്പോർട്സ് കുറയും. അതിൻ്റെ ഒരു ട്രെൻഡാണ്. ഗവൺമെൻറ് ഇടയ്ക്ക് അരിയുടെ എക്സ്പോർട്ടിൻ്റെ മേളിൽ ബാൻ കൊണ്ടുവന്നു. ഇനി അരി വിറ്റൊന്നും നമ്മൾ ജീവിക്കേണ്ട, ഇനി അരി വിറ്റൊന്നും എക്സ്പോർട്ട് ചെയ്തല്ല കാശ് കൊണ്ടുവരല്ലേ, നിങ്ങൾ പതുക്കെ അടുത്തയിലേക്ക് മാറും. അപ്പോൾ ഇവിടെ ഒരു കാര്യമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പേര് ചിപ്സ് എക്സ്പോർട്ട് ചെയ്യുന്ന ചിന്തിക്കും, ഉപ്പേരി. പക്ഷേ രാജ്യം സെമി കണ്ടക്ടറിൻ്റെ ചിപ്പിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമുക്ക് നല്ല ഉൽപ്പന്നങ്ങളിലേക്ക് വാല്യൂ ആഡഡ് ആയിട്ട് കുറച്ചുകൂടി ടെക്നോളജി ഇൻറ്റൻസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റിലേക്ക് മാറാൻ പറ്റിയാൽ അതാണ് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പോർട്ടിനുള്ള സാധ്യതയുള്ളൊരു മേഖല. ഒരു സീനിയർ കൺസൾട്ടൻ്റ് എന്ന നിലയിൽ എക്സ്പോർട്ടിങ്ങിൻ്റെ ഈ ഒരു ഇന്ത്യയുടെ സാധ്യത ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ടത്, അല്ലെങ്കിൽ യങ് ജനറേഷനിലേക്ക് എങ്ങനെയാണ് എത്തിക്കേണ്ടതെന്നാണ് അങ്ങയുടെ ധാരണ? എങ്ങനെയാണ് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും അഭിമാനം തോന്നുന്ന ഒരു തൊഴിലാണ് എക്സ്പോർട്ട്. കാരണം സാധാരണ രീതി നമ്മൾ നമുക്ക് വേണ്ടി സമ്പാദിക്കുന്നു, അത്രയല്ലേ. ഇത് രാജ്യത്തിനും കൂടിയാണ് സമ്പാദിക്കുന്നത്. അപ്പം രാജ്യത്തിന് വേണ്ടി, കമ്പനിക്ക് വേണ്ടി, നമുക്ക് വേണ്ടിയൊക്കെ സമ്പാദിക്കുന്ന ഒരു മേഖലയാണ്. ആ ഒരു പ്രൈഡ്, ആ ഒരു കാര്യം യങ് ജനറേഷന് കൊടുക്കണം. അത് ശരിക്കും കൊറിയ, ജപ്പാൻ അങ്ങനെയുള്ള രാജ്യങ്ങൾ, ജർമ്മനി ഇങ്ങനെയുള്ള രാജ്യങ്ങൾ കൊടുത്തിരുന്നു. എക്സ്പോർട്ട് ചെയ്ത് വരുമാനം ഉണ്ടാക്കണം എന്നുള്ളത്. ഇപ്പം തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ വ്യവസായം പണണോ അങ്ങനെയാണ് പറയുന്നത്. അതായത് ബിസിനസ് തുടങ്ങണം, അത് തുടങ്ങി വലുതാക്കണം, അങ്ങനെയാണ് അവിടെ പറയുന്നത്. ആ ഒരു ഓറിയൻറ്റേഷൻ യങ് ജനറേഷന് കൊടുക്കുകയും അതിന് വേണ്ടുന്ന ഒരു ട്രെയിനിങ്, ഒരു ഗൈഡൻസ് എല്ലാം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കത് ചെയ്യാൻ പറ്റും. പിന്നെ ഇന്ത്യയുടെ പൊതുവേ ഉള്ളൊരു ചില അഡ്വാൻറ്റേജ് ഇന്ത്യക്കുണ്ട്. ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പല രാജ്യങ്ങളും കോസ്റ്റ്ലി ആയി മാറുമ്പോൾ കോസ്റ്റ് കുറഞ്ഞ രാജ്യങ്ങളിലേക്ക് പലപ്പോഴും പ്രൊഡക്ഷൻ മാറും, അവിടുന്ന് സോഴ്സിങ് വരും. ഇന്ത്യയിലേക്ക് അങ്ങനെയുള്ള സോഴ്സിങ്, ഇന്ത്യയിൽ നിന്ന് പല പ്രോഡക്റ്റുകൾക്കും ഇപ്പോൾ എൻക്വയറി വരുന്നുണ്ട്. എനിക്ക് നേരിട്ടത് അറിയാം. പല കസ്റ്റമേഴ്സും പല രാജ്യങ്ങളിൽ നിന്നും മെസ്സേജ് അയക്കുന്നു, മെയിൽ അയക്കുന്നു, ഇന്ത്യയിൽ ഈ പ്രോഡക്റ്റ് കിട്ടുമോ. അപ്പം നമ്മൾ ചോദിക്കും, ഇത് ഇപ്പം നിലവിൽ എവിടെ നിന്നാണ് മേടിക്കുന്നത്? ഇന്ന രാജ്യത്തുനിന്നാണ്. അപ്പോൾ അവിടെ നിന്ന് മാറ്റി ഇന്ത്യയിൽ നിന്ന് മേടിക്കാനുള്ളൊരു ആഗ്രഹം ഞങ്ങൾക്കുണ്ട്, അതുകൊണ്ടാണ് എൻക്വയറി വരുന്നത്. അപ്പോൾ പണ്ട് കണ്ടിട്ടില്ലാത്ത പല പ്രോഡക്റ്റുകൾക്കും ഇപ്പോൾ ഇന്ത്യയിലേക്ക് എൻക്വയറി വരുന്നുണ്ട്.